Okay, good morning students. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ് നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഓക്കെ, നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് മീനിങ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ? ഓക്കെ, എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാല്? സെല്ലർ ട്രാൻസ്ഫർ ഓർ അഗ്രീസ് ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ടു ദ ബയർ ഫോർ എ പ്രൈസ്. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാല് ഒരു സെല്ലർ ഉണ്ടായിരിക്കും, ഒരു ബയർ ഉണ്ടായിരിക്കും. സെയിൽ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു സെല്ലർ ഉണ്ടാവും, ഒരു ബയർ ഉണ്ടാവും. അപ്പം ഈ ബയർക്ക് അയാൾ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ആണ്, അതായത് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ അയാളുടെ സെല്ലർ എന്തെങ്കിലും ഗുഡ്സോ പ്രോപ്പർട്ടിയോ സെയിൽ ചെയ്യാം എന്നുള്ളത് ഒരു ബയർ പറയുന്ന ഒരു ഫിക്സഡ് പ്രൈസ്, രണ്ടാളും കൂടി ഒരു എഗ്രിമെന്റ് ഫിക്സ് ചെയ്യും. ആ പൈസക്ക് അത് സെയിൽ ചെയ്യാം എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. അതായത് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എ കോൺട്രാക്ട് വേർ ബൈ ദ സെല്ലർ transfer or agrees to transfer the property in goods to the buyer for a price. ഒരു പണത്തിന് വേണ്ടിയിട്ട്, ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഒരു സെല്ലർ ഒരു ബയർക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് അഗ്രി ചെയ്യുന്ന ഒരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്റ്റിനെയാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് അടുത്തത് എന്താ? എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ വാലിഡ് ആവണമെങ്കിൽ കുറച്ച് എസെൻഷ്യൽസും കാര്യങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണോ നോക്കാം. ഫസ്റ്റ് വൺ, ദർ മസ്റ്റ് ബി ടു പാർട്ടീസ്. അല്ലെ, നമ്മൾ പറഞ്ഞല്ലോ ഒരു സെല്ലറും ഒരു ബയറും ഉണ്ടായിരിക്കണം. അപ്പം എന്തായാലും ടു പാർട്ടീസ് ഉണ്ടായിരിക്കണം. ദെൻ സബ്ജക്ട് മാറ്റർ ഓഫ് സെയിൽ മസ്റ്റ് ബി ഗുഡ്സ്. അതായത് എന്താണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ള കോൺട്രാക്ട് ഓഫ് സെയിൽ എന്തായിരിക്കണം? സബ്ജക്ട് മാറ്റർ ഗുഡ്സ് ആയിരിക്കണം. ഗുഡ്സ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യാന്നുള്ളൊരു കോൺട്രാക്ട് ഉണ്ടായിരിക്കേണ്ടത്. അപ്പം സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഗുഡ്സ് ആയിരിക്കണം സെയിൽ ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ്. അതായത് ഗുഡ്സ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് എന്ന് പറഞ്ഞാല് ഓണർഷിപ്പ് ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇറ്റ് ഇൻ എൻ അഗ്രിമെന്റ് ടു ദ സെല്ലർ ഓണർഷിപ്പ്. അതായത് നമ്മളിപ്പോ പഠിച്ചല്ലോ പ്ലഡ്ജും എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. അപ്പം നമ്മള് ഗുഡ്സ് പ്രോപ്പർട്ടി ആണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓണർഷിപ്പും അതിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ദ ഓണർഷിപ്പ് that is transferred and in an agreement to sell, the ownership is agreed to transfer in the case of pledge. Pledgeന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓണർഷിപ്പും കൂടി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ പിന്നെന്താ? കൺസിഡറേഷൻ ഇൻ പ്രൈസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിന്റെ കൺസിഡറേഷൻ എന്തായിരിക്കണം? പ്രൈസ്. അതായത് കൺസിഡറേഷൻ പ്രൈസ് എന്നുള്ള കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ അത്രയും എസെൻഷ്യൽസ് ചേർന്നാലാണ് അതൊരു വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആവുള്ളൂ. അതായത് there must be two parties ഉണ്ടായിരിക്കണം. അതേപോലെ സബ്ജക്ട് മാറ്റർ എന്തായിരിക്കണം? ഗുഡ്സ് ആയിരിക്കണം. അതേപോലെ ഓണർഷിപ്പും കാര്യങ്ങളും ഒക്കെ എന്തായിരിക്കണം? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിരിക്കണം. ദെൻ കൺസിഡറേഷൻ എന്തായിരിക്കണം? പ്രൈസിലായിരിക്കണം. ഓക്കെ, അതാണ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാല്. കോൺട്രാക്ട് ഓഫ് സെയിൽ എന്താന്ന് നമ്മൾ നോക്കി. അത് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു അഗ്രിമെന്റ് ബേസിൽ നമ്മൾ ഗുഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അഗ്രിമെന്റ് ബേസിൽ നമ്മൾ ഗുഡ്സ് ആണ് ഫോർ പ്രൈസിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഗുഡ്സ് എന്ന് പറഞ്ഞ ടൈപ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഗുഡ്സിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ടൈപ്സ് ഓഫ് ഗുഡ്സിലെ ഗുഡ്സിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്നത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? എക്സിസ്റ്റിംഗ് ഗുഡ്സ്. സെക്കൻഡ് വൺ ഫ്യൂച്ചർ ഗുഡ്സ്. ദെൻ തേർഡ് വൺ കണ്ടീജന്റ് ഗുഡ്സ്. ഓക്കെ, അങ്ങനെ മൂന്നായിട്ട് ഗുഡ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ടൈപ്സ് ഓഫ് ഗുഡ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: എക്സിസ്റ്റിംഗ്, ഫ്യൂച്ചർ ആൻഡ് കണ്ടീജന്റ്. ഓക്കെ, എക്സിസ്റ്റിംഗ് ഗുഡ്സ് നമുക്ക് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻ ഗുഡ്സ് ആൻഡ് അൺഅസർട്ടൈൻ ഗുഡ്സ്. അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ആണ്. എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാല് existing goods are those goods which are owned or possessed by the seller at the time of contract of sale. അതായത് ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ ടൈമിൽ നമ്മൾ എന്താ പറയാ
ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ മാനുഫാക്ചർ ഓഫ് ഫാൻസ് സെൽ എ ഫാൻ ടു ബി ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ എക്സിസ്റ്റിംഗ് ഗുഡ്സ്. അതായത് ഒരു ഫാൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ ആ ഫാൻ ഒരു എന്താ പറയാ ഒരു കസ്റ്റമർക്ക് സെൽ ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ ഗുഡ്സ് ആണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. അതായത് നമ്മൾ അറ്റ് ദ ടൈം ഓഫ് സെയിലാണ്, ആ സമയത്താണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലെ. അത് അതിന് മുന്നുള്ള ഒരു കോൺട്രാക്ട് ഒന്നും അല്ലല്ലോ, അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആണത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ തന്നെ നമുക്ക് വീണ്ടും നമ്മൾ പറഞ്ഞു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻ ഗുഡ്സ് ആൻഡ് അൺഅസർട്ടൈൻ ഗുഡ്സ്. സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ഗുഡ്സ് which are identified and agreed upon by the parties at the time of contract of sale is made. അതായത് നമ്മളൊരു കോൺട്രാക്ട് ഓഫ് സെയിൽ അഗ്രിമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഗുഡ്സിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, പാർട്ടീസിന് തമ്മിൽ ആ ഗുഡ്സ് തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് സ്പെസിഫൈഡ് വാച്ച്, റിങ്ങോ, അത് നമ്മള് സ്പെഷ്യൽ ആയിട്ട് നമ്മളിപ്പോ ഒരു റിങ്ങോ അല്ലെങ്കിൽ ഒരു കാറ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വാച്ച് പർച്ചേസ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലെ. രണ്ട് പാർട്ടീസ് നമ്മൾ പറഞ്ഞിരിക്കും ഇന്നായിട്ടാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പം രണ്ട് പാർട്ടീസും നമ്മളത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു ഗുഡ്സ് ആയിരിക്കും. അതിനാണ് നമ്മൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാല് ഇറ്റ് ബിക്കംസ് ഐഡന്റിഫൈഡ് ആഫ്റ്റർ ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്. അതായത് മറ്റേത് നമ്മൾ പറഞ്ഞു ആ കോൺട്രാക്ട് നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അസർട്ടൈൻഡ് ഗുഡ്സിൽ എങ്ങനെയാണ്? കോൺട്രാക്ട് ഓഫ് സെയിൽ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഗുഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അതായത് ലോങ് എന്താ പറയാ ഹ്യൂജ് എമൗണ്ട് ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മളിപ്പം വീറ്റ്, ക്രോപ്സ്, അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് അത്രയും കറക്റ്റ് ആയിട്ട് മെഷർ അസർട്ടൈൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിൽ നടന്നതിന് ശേഷമായിരിക്കും നമുക്കത് എന്താ ചെയ്യാൻ പറ്റുക, അസർട്ടൈൻ ചെയ്യാൻ പറ്റുക. അപ്പൊ അതിനെയാണ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അത്തരം ഗുഡ്സിനാണ് നമ്മൾ അസർട്ടൈൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് normally ascertained goods are intended to include goods which have become ascertained subsequently to the formation of the contract, identified in accordance with the agreement after the time a contract of sale is made. Okay, ആ കോൺട്രാക്ട് ഓഫ് സെയിൽ നടന്നതിന് ശേഷമാണ് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക അല്ലെ. നമ്മളതായത് ഇപ്പൊ ഒരു എന്താ പറയാ വീറ്റ് പർച്ചേസ് ചെയ്യാൻ, ക്രോപ്സ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് ആ കോൺട്രാക്ട് വെച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം ഇവിടെ ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടുന്നുള്ളൂ അല്ലെ. അപ്പൊ കോൺട്രാക്ട് ഓഫ് സെയിൽ അവിടെ ഡൺ ആയിട്ടുണ്ടാവും, അറ്റ് ടൈമിലല്ല അത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ അത് അസർട്ടൈൻ ചെയ്തെടുക്കുന്നത്. ദെൻ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാല് ദീസ് ആർ ഗുഡ്സ് വിച്ച് ആർ നോട്ട് ഐഡന്റിഫൈഡ് ആൻഡ് അഗ്രീഡ് അപ്പോൺ ദ ടൈം വെൻ ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്. അതായത് അത് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാലും ആ കോൺട്രാക്ട് നടക്കുന്ന സമയത്ത് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നോട്ട് ഐഡന്റിഫൈഡ് ആൻഡ് അഗ്രീഡ്, ഐഡന്റിഫൈ ചെയ്യാനോ അഗ്രി ചെയ്യാനോ പറ്റില്ല. കോൺട്രാക്ട് ഓഫ് സെയിൽ കോൺട്രാക്ട് ഓഫ് സെയിൽ നമ്മൾ അഗ്രി ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അത്തരം ഗുഡ്സിനെയാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് വിച്ച് പെർട്ടിക്കുലർ, അതായത് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഷോറൂമിൽ ഒരു കാർ ഉണ്ട്, ഒരു 50 കാറുണ്ട്. അപ്പൊ നമുക്കത് അറിയില്ല ഇതിലേത് കാറാണ് ഇപ്പം ഒരാൾ വരുമ്പോ ഇതിലേത് കാറാണ് ഇപ്പൊ സെയിൽ ആവുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അയാൾ വന്ന് നോക്കി ഏത് കാറാണ്, 50 കാറുണ്ടെങ്കിൽ അതിലേത് കാറാണ് ഇപ്പൊ ഈ കോൺട്രാക്ട് സെയിൽ നടക്കുന്ന സമയത്ത് സെയിൽ ആവുക എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സിസ്റ്റിംഗ് ഗുഡ്സ് മൂന്നെണ്ണാണ്, സ്പെസിഫിക്, അസർട്ടൈൻഡ് ആൻഡ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ദെൻ നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സ് ആൻഡ് കണ്ടീജന്റ് ഗുഡ്സ്. ഓക്കെ, ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ഗുഡ്സ് മീൻസ് ഗുഡ്സ് ടു ബി മാനുഫാക്ചർഡ് ഓർ produced or acquired by the seller after making the contract of sale. Thus, അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടായതിനു ശേഷം ഉണ്ടാക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ചില ഒരു അഗ്രിമെന്റ് നമ്മൾ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ നമ്മൾ അഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ആ ഗുഡ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then
Future goods are goods which either are not in existence at the time of contract of sale or they may be in existence when the agreement of their sale is ended upon the അതായത് ആ കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് ചില ആ ഒരു ഗുഡ്സ് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യുകയോ മാനുഫാക്ചർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതിനാണ് ഫ്യൂച്ചർ ഗുഡ്സ് ആണ്.